2018 കൂടിയിട്ട് 55 ലക്ഷം രൂപ കടബാധ്യത വന്നിട്ട് മൈ ലൈഫ് എന്നല്ല സ്വന്തം ലൈഫിൽ നിന്ന് വരെ അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരു സമയത്തിലായിരുന്നു ഞാനുള്ളത്. ആ ഒരു സമയത്ത് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം 55 ലക്ഷം കടം എന്നെ കൊണ്ട് വീട്ടാൻ പറ്റില്ല ഒന്ന്. രണ്ടാമത് ഈ 55 ലക്ഷം കടം വീട്ടിട്ട് എന്നാണ് ഞാനൊരു വീടുണ്ടാക്കുക, എന്നാണ് ഞാൻ എൻ്റെ മക്കളോടൊപ്പം ഒരു സന്തോഷമായിട്ട് കഴിയുക എന്നുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് അങ്ങനെ നിന്ന് പിന്നെയും കുറെ എന്താ പറയാ ആ കടത്തിന്റെ മേൽ കടമായിട്ട് അങ്ങനെ ഉരുണ്ട് ഈ എന്താ പറയാ കുഴി കുത്തി കുഴി മൂടുക എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് വാങ്ങും ഇവിടെ കൊടുത്ത്, ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുത്ത്, അങ്ങനെ കളിച്ച് പലിശക്കാർക്ക് 8 10 12 പലിശക്കാർക്ക് പൈസ കൊടുക്കാനായി. അങ്ങനെ എല്ലാ ഉള്ള സാഹചര്യം ഉണ്ട് ലൈഫിൽ കൂടെ കടന്ന് പോയി. അങ്ങനെ 2019 ഒരു സാഹചര്യത്തിലാണ് ഈ ബിസിനസ്സിലേക്ക് എനിക്ക് ഒരു അവസരം കിട്ടിയത്. 2019 ജൂൺ മാസം, കാരണം ഈ ജൂൺ ഒന്നും ഞാൻ മറക്കൂല, അത് ജൂൺ മാസം വരാൻ പോവാണ്. 2019 ജൂൺ 20-ാം തീയതിയാണ് എന്റെ ID മൈ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 2019 ജൂൺ 20-നാണ് ഞാൻ മൈ ലൈഫിൽ ID അടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 2020, 21, 22, 23, 24, 25 ഈ വർഷം ജൂൺ 20 വന്നാൽ ഞാൻ മൈ ലൈഫിൽ ID അടിച്ചിട്ട് 6 വർഷമായി. ഞാൻ മൈ ലൈഫിൽ ID അടിച്ചിട്ട് 6 വർഷമായി. അങ്ങനെ 2019 ജൂൺ 20-ന് ID അടിച്ചു. ഞാൻ ചെയ്തിട്ടില്ല ജൂണിലും ജൂലൈയിലും ആഗസ്റ്റിലും ഒന്നും ചെയ്തില്ല. സെപ്റ്റംബറിലാണ് ഞാൻ ഈ ബിസിനസ്സിനെ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചത്, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് തീരുമാനിച്ചിറങ്ങിയിട്ടുള്ളത്. അങ്ങനെ തീരുമാനിച്ചിറങ്ങി സെപ്റ്റംബറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടി. പക്ഷെ വിധി, ഞാൻ പറഞ്ഞല്ലോ സാഹചര്യം, ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ സാഹചര്യം പറഞ്ഞ് മാറി നിൽക്കണതിന്റെ ഒരു അവസ്ഥയാണ് പറഞ്ഞത്. വിധി എന്ന് പറയുന്നത് ഒരു 6 മാസത്തിനുള്ളിലായിട്ട് നമുക്ക് എല്ലാവർക്കും കോവിഡ് എന്ന് പറഞ്ഞ സാധനം സമ്മാനിച്ചു അല്ലെ. ലോകത്തിൽ മുഴുവൻ കോവിഡ് വന്നു. കോവിഡ് വന്ന സമയത്ത് ഈ ബിസിനസ് എന്നല്ല ഒരു ബിസിനസ്സും ഇറങ്ങി ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലെല്ലാം ലോക്ക്ഡൌണും അതും ഇതും ഒക്കെ ആയിട്ട് എല്ലാം ബുദ്ധിമുട്ടായി. പക്ഷെ ആ 6 മാസം കൊണ്ട് ഞാൻ എടുത്ത് തീരുമാനിച്ച സെപ്റ്റംബർ മുതൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ATC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയിട്ടുണ്ട്. 6 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഏരിയ ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ട്. സെപ്റ്റംബറിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസം കൊണ്ട് ATC എത്തിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് 10 ലക്ഷം ബിസിനസ് കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 6 മാസം കൊണ്ട് മാസത്തിൽ 10,000 എന്നുള്ള 60,000-ത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ 6 മാസം അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താ അറിയോ? നിങ്ങൾ പറയുന്ന, നിങ്ങൾ വിധി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സംഗതിനെ ഒരു കാരണവശാലും മാറ്റാൻ പറ്റൂല. അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റൂ എന്നുള്ള ബോധം കൊണ്ട് ഞാൻ ഓടിയെടുത്തിട്ടുള്ളതാണ്. ഫീൽഡിൽ കടന്ന് ഓടിയതാണ്. നിങ്ങളെ പോലെ തന്നെ ഇത്രയധികം ഓരോരുത്തരും എത്രയധികം ഓൾമോസ്റ്റ് ഒരു 25 മുതൽ 35 വരെയുള്ള പ്രോഡക്റ്റുകൾ ഈ 6 വർഷത്തിനുള്ളിൽ ഇറങ്ങിയതാ. അന്ന് ആ പ്രോഡക്റ്റ് ഇല്ലായിരുന്നു. ഞാൻ വരുമ്പോൾ കോഴിക്കോട് ജില്ല അടക്കം 6 പിക്കപ്പ് സെന്ററുകൾ, സ്റ്റോറുകളും പിക്കപ്പ് സെന്ററുകളും അടക്കം 6 എണ്ണം മാത്രമേ കേരളത്തിലുള്ളൂ. ഇന്ന് 30, 37, 36 ഒക്കെ ആയി. ആ ലെവലിലേ ഉള്ളൂ. EC കൗണ്ടർ എന്ന് പറഞ്ഞ ലെവലിൽ ഇത്ര തന്നെ EC കൗണ്ടർ ഇല്ല. എല്ലാവരുടെ വീട്ടിലും പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഇല്ല. GTS കോഴിക്കോടേ ഉള്ളൂ. ഇന്നത്തെ പോലെ താമരശ്ശേരിയിലില്ല, നരിപ്പിനിയിലില്ല, വടകരയിലില്ല, കൊയിലാണ്ടിയിലില്ല, മലപ്പുറത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മലപ്പുറത്തില്ല. അങ്ങനെ ഒരുപാട് സ്ഥലത്തില്ല. തിരൂരില്ല, ഒന്നുമില്ല. കോഴിക്കോട് ജില്ലയിൽ മാത്രം GTS. ഈ രീതിക്കൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിനെ 6 മാസം കൊണ്ട് ഓടിയിട്ട് ATC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയപ്പോ വിധി വീണ്ടും വന്നു, സാഹചര്യം വന്ന് കോവിഡിന്റെ രൂപത്തിൽ വന്നു. 14 ദിവസം നമ്മൾ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്ന് അത് ഇനി 21 അങ്ങനെ പോയി. ഏകദേശം 14 ദിവസം കഴിഞ്ഞ് 21-ലേക്ക് എത്തിയപ്പോൾ ഞാനും സുമേഷ് സാറും തീരുമാനിച്ചു, സാറേ ഇനി കോവിഡ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നിട്ട് കാര്യം. കാരണം ലീഡേഴ്സ് നിർത്തി തുടങ്ങി. ഗ്രൂപ്പിൽ കുറെ ആളുകൾ ലെഫ്റ്റ് അടിച്ചു തുടങ്ങി. ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ലെഫ്റ്റ് അടിച്ചു തുടങ്ങാൻ വിക്ടറി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അന്ന് ആ സമയത്ത് കോവിഡിന്റെ സമയത്ത് വെറും 66 ആളുകളാണുള്ളത്. ഇതൊക്കെ എഴുതി വെച്ചതാ, കണക്കുകളാ വരുന്നത്, ഒക്കെ കണക്കുണ്ട്. 66 ആളുകൾ, ഓൾമോസ്റ്റ് 8ഓളം ആളുകൾ ലെഫ്റ്റ് അടിച്ച്. കാരണം കോവിഡിന്റെ ഒരുപാട് പോസ്റ്ററുകൾ ഗ്രൂപ്പിൽ ഇടാൻ തുടങ്ങി. ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പിലേക്ക് കോവിഡിന്റെ നമ്മൾ പേടിപ്പെടുത്തുന്ന അവിടെ കോവിഡ് ഇവിടെ കോവിഡ് എന്ന് പറഞ്ഞ വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഇതൊരു ബിസിനസ്സുമായിട്ടുള്ള ഗ്രൂപ്പാണ്, ഇതിൽ ബിസിനസിന്റെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ഇടാൻ പറ്റില്ല. കാരണം ഇത് അറിയാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളില്ലേ, ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പും സ്കൂൾ ഗ്രൂപ്പായിട്ട് ഇഷ്ടപ്പെടുന്നു. അതിൽ കൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന ആ ഗ്രൂപ്പിലേക്ക് ഇത് ഇടണ്ട എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞത് പല ആളുകൾക്കും പറ്റിയില്ല. എന്താ പെട്ടാൽ എന്നുള്ള ചോദിച്ചിട്ട്. കാരണം നിങ്ങൾ 1 2 ആളിട്ടാൽ ഈ 66 ആളുകളില്ലേ ഇതിങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യൂലേ.
ഏതെങ്കിലും ഒരാൾ ഒളിച്ചോടിയത് ഒരാളിട്ടുകയാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് മാത്രം ഒളിച്ചോടിയതും മീൻ പിടിക്കുന്നതും മഴ പെയ്യുന്നതും വണ്ടി തട്ടിയതും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടം പോലെ മെസ്സേജ് ഗ്രൂപ്പിൽ വന്ന് അറിയാൻ തുടങ്ങൂലേ. ഇട്ട ഒരേ സാധനം തന്നെ പല ഗ്രൂപ്പിലും വരാൻ തുടങ്ങൂല. അപ്പൊ ബിസിനസിന്റെ ഗ്രൂപ്പിന് അതിന് വില കൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ നിലവിൽ ആക്റ്റീവ് ആയി ഇരിക്കുന്ന 5-8 ആളുകൾ അതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയി. സാഹചര്യം വീണ്ടും വരികയാണ്. 8 ആള് ലെഫ്റ്റ് അടിച്ചു പോയ സമയത്ത് അവർ കൊണ്ടുവന്ന പല ആളുകളും ബിസിനസ് ചെയ്യാതായി. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നപ്പോ ഞാൻ സുമേഷ് സാറോട് പറയും, സുമേഷ് സാറേ ഇനിയും നമ്മൾ നിന്നിട്ട് കാര്യമില്ല, ഇനി ശക്തമായിട്ട് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം, പോയത് പോട്ടെ ഇനി വരാനുള്ള ഇരിക്കുന്ന നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ നമ്മള് നമ്മുടെ ID കാർഡുമായിട്ട് നമ്മുടെ ആയുഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. മൈലൈഫിന്റെ ID കാർഡ് നിങ്ങൾ കണ്ടുള്ളൂ, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ID കാർഡ്. ഈ ID കാർഡ് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഒരു സത്യവാങ്മൂലം എഴുതി കൈമേൽ വെച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് പോലീസ് ചോദിക്കും എവിടേക്കാ പോണത്. അപ്പൊ ഞങ്ങൾ തരുന്നു സാറേ ആയുഷിന്റെ പ്രോഡക്റ്റ്. ആയുഷ് കേൾക്കുമ്പോഴത്തേക്ക് വിടുകയാണ് ആയുഷ്. കാരണം അന്ന് വാർത്തകളിൽ മുഴുവൻ ആയുഷാണ്. നമ്മൾ ആയുഷിന്റെ കമ്പനി എന്നല്ല പറയുന്നത്, ആയുഷിന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനീന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് എന്ന് മുഴുവൻ പറയാൻ പോലീസുകാർ സമ്മതിക്കണ്ടേ. ആയുഷിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വിടുകയാണ്. അത്ര മൂല്യണ്ടേ അത്. അങ്ങനെ ആ സമയത്ത് ഇറങ്ങി ഞാനും സുമേഷ് സാറും കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഓരോ ആളുകളെ വിളിച്ച് പോകാൻ പറ്റുന്ന ഹരിദാസന്റെ വീട്ടിലൊക്കെ ചോദിച്ചാൽ മതി, ഇഷ്ടംപോലെ പ്രാവശ്യം ആ സമയത്തൊക്കെ നമ്മൾ പോയി ഇരിക്കുകയാണ്. അവിടെ മനോജ് സാറ്, രാജേഷ് സാറ്, ഈ 3 ആളെ വീട്ടില് ജബ്ബാർക്ക, അന്നുള്ള ആളുകളെ പറഞ്ഞത് ജബ്ബാർക്ക, ഷാജഹാൻക, ഇങ്ങനെ പല ആളുകൾ അന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന എല്ലാ ആളുകളെയും വിളിച്ച് മെല്ലെ 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 കാര്യങ്ങൾ പറഞ്ഞ് അന്ന് സൂം മീറ്റിംഗ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. അന്ന് സൂം ഇല്ല, സൂം ജനിച്ചത് കോവിഡിനാണ്. സൂം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ലോകത്തിലേക്ക് എത്തിയത് കോവിഡ് എന്ന് പറഞ്ഞൊരു സാഹചര്യം വന്ന സമയത്താണ്. ഫിസിക്കൽ മീറ്റിംഗ് നടന്നില്ല. അങ്ങനെ സൂമിൽ കൂടി ഡെയിലി രാവിലെ ഇതേമാതിരി 6 മണിക്കും 6:30 മണിക്കും മോർണിംഗ് മീറ്റിങ്ങുകൾ വരാൻ തുടങ്ങി. അങ്ങനെ കയറി പ്രവർത്തിച്ച് അന്ന് വേറൊരു എന്താ പറയാ ഒരു പരമ്പര തന്നെ എല്ലാ ദിവസവും രാത്രി സോമകുമാർ സാറും അനൂപ് സാറും അനീസ് സാറും ഒക്കെ ഉള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അങ്ങനെ അവിടുന്ന് വന്ന് നമ്മൾ മെല്ലെ തിരുവനന്തപുരം പോയി, ആലപ്പുഴയിൽ പോയി, അങ്ങനെ മെല്ലെ മെല്ലെ ആ കോവിഡിന്റെ സമയത്ത് മെല്ലെ ഇറങ്ങി പ്രവർത്തിച്ചു. ആരോ മൈക്ക് ഓൺ ആയിട്ടുണ്ടല്ലോ സാറേ, മാത്യു സാർ മൈക്ക് ഓൺ ആക്കിയിരുന്നു. മാത്യു സാർ ഓക്കെ. അപ്പോ അങ്ങനെ വന്ന സാഹചര്യത്തിൽ കൂടെ വന്നിട്ടാണ് നിങ്ങളോട് പറയാൻ. അതിന്റെ ഇടയിൽ വിട്ടുപോയ കുറെ കാര്യമുണ്ട്, അതൊന്നും പറയുന്നില്ല, മുഴുവൻ പറയാനുള്ള നേരമില്ല. ഒരു മൈക്ക് കെട്ടി പറഞ്ഞാലും തീരാത്ത അത്ര എക്സ്പീരിയൻസും നിങ്ങളൊക്കെ സങ്കടപ്പെടുത്തുന്നതും ഞാൻ തന്നെ പറഞ്ഞാൽ കരഞ്ഞു പോകുന്നതുമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം. ഇതിന്റെ മുന്നുള്ള വിഷയങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഒരിക്കലും പറഞ്ഞതാണ്. എന്നാൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഒരു 6 മാസം 7 മാസം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ എന്നെയും വൈഫിനെയും പിടിച്ചു വെച്ചിട്ട് ആളുകൾ ആക്രമിക്കുന്ന രീതിയിലേക്കും തെറി പറയുന്ന രീതിയിലേക്കും ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ DTC റാങ്കിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. വേണമെങ്കിൽ നിർത്തിപ്പോവുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് വീടിന്റെ കോണിംഗ് ബെൽ അടിച്ചു കാണാൻ വാതിൽ തുറക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ഉണ്ടായിക്കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്ത് ഇന്ന് RTC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയത്. അല്ലാതെ ആദ്യം തന്നെ വന്ന് കോട്ടും സൂട്ടും ഇട്ടിട്ട് സ്റ്റേജിന്മേൽ കയറി മൈക്കും കെട്ടി പ്രസംഗിച്ച് RTC ആയതല്ല. പല ആളുകളും വിചാരിക്കും RTC ആകുമ്പോഴത്തേക്ക് മൂപ്പരൊക്കെ വലിയ ഡയലോഗാണ്, ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. ഒന്നുമല്ല. തീയിൽ കുറിച്ചത് വെയിലത്ത് പാടൂല. നമ്മളൊക്കെ ഉള്ളിൽ ഫയറാണ്. നിങ്ങൾ എങ്ങനെ കണ്ട് നെഗറ്റീവിന്റെ കാറ്റുകൾ അടിച്ചിട്ടാണെങ്കിലും പോസിറ്റീവിന്റെ തീയാണ് ഇവിടെ കത്ത്. ഞാൻ എല്ലാവരും പറയല, ഇന്നെ നെഗറ്റീവ് ആക്കാൻ ആരും നോക്കേണ്ട, ഇന്നെ നെഗറ്റീവ് ആക്കാൻ ആരും സംസാരിക്കേണ്ട. പക്ഷെ നമ്മളൊരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളെ കൂടെയുള്ള ആളുകളോട് നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ മനസ്സിലാക്കിയ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്ന ആളുകൾ അംഗീകരിച്ച് കൂടെ നിൽക്കുമ്പോൾ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. നോ ഡൗട്ട്. എന്റെ തൊട്ട് മുകളിലുള്ള പ്രജീഷ് സാറോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലെ സുബി സാറും ധനീഷ് സാറും ബൈജു സാറും ബെല്ലി സാറും എന്താണോ പറയുന്നത് ആ സംഗതി മാത്രമാണ് ഞാൻ ഇവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നിങ്ങളും അത് തന്നെ ചെയ്തിട്ടാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു സമയത്താണ്. നിങ്ങളൊക്കെ വിചാരിക്കാത്ത അത്രത്തേക്ക് കമ്പനി ചിന്തിച്ചു കഴിഞ്ഞു. പ്രവീൺ സാറ് വന്നിട്ട് വെറുതെ ഡയലോഗ് അടിച്ചു പോയതല്ല. അന്ന് നമ്മുടെ നെക്സസിന് വന്നിട്ട് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നാളെ മുതൽ കമ്പനി അനൗൺസ് ചെയ്ത് തുടങ്ങും. അതിലൊന്ന് കേരളത്തിലെ GTS എല്ലാം ഫ്രീ ആക്കാൻ എന്ന് പോകുന്ന ഒരു വാർത്തയാണ് കേട്ടിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് നാളെ അറിയാം. കേരളത്തിലെ 14 ജില്ലകളിലും GTS ഫ്രീ, നിങ്ങൾ പണം കൊടുക്കണ്ട.
നേരെ വരിക, GTS കയറി അറ്റൻഡ് ചെയ്യാൻ പോവുക, ഒരു രൂപ പോലും കൊടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് കമ്പനി ആക്കുകയാണ്. ഏകദേശം 15 ലക്ഷം മുതൽ 20 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ ചെലവാണ് കേരളത്തിൽ 14 ജില്ലകളിലും ഒരു മാസം GTS നടത്തി കൊണ്ടുപോകാൻ. നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഓരോരോ കോഴിക്കോട് 15,000 മുകളിലാണ്, 20,000 മുകളിലുള്ള സ്ഥലമുണ്ട്, 10,000 മുകളിലുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ കേരളത്തിലെ 14 ജില്ലകളിലും ഒരു മാസം GTS നടത്തി കൊണ്ടുപോകാൻ 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ചെലവുണ്ട്. നിങ്ങൾ ഏകദേശം ഒരു 15 ലക്ഷം രൂപ കണക്കൂട്ടിയേക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിലേക്ക് കമ്പനിക്ക് ഈ GTS ഫ്രീ ആക്കിയാൽ എത്ര രൂപ ചെലവാ? നമ്മൾ ഇന്നലെ വരെ കൊടുത്തത് 20, 30, 50 ആയിരിക്കും. പക്ഷെ കമ്പനി അതുപോലും ഇനി വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതും അതിലുപരി പലതും വരാനുണ്ട്. നാളെ നിങ്ങൾക്ക് അറിയാം, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവർക്ക് സസ്പെൻസാണ്. ഒക്കെ നാളെ മുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ വലിയ ലീഡേഴ്സ് നാളെ മുതൽ പറയും, കമ്പനിയൊക്കെ പറയും. അപ്പൊ നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടെ ഉണ്ട് എന്ന് പ്രവീൺ സാറ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടെ അല്ല, നമ്മളെ കൂടെ എന്നല്ല, അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും. ആ ലെവലിൽ തന്നെ നമ്മുടെ കമ്പനി ഉണ്ട്, ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനിയും നമ്മൾ മാറി നിൽക്കരുത് സുഹൃത്തുക്കളെ. പലതും പറഞ്ഞ് മാറി നിൽക്കാറ് ഇപ്പത്തെ പ്രശ്നം. നിങ്ങളൊന്നും കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മളൊക്കെ ഇങ്ങനത്തെ സാഹചര്യം, ഇതിനപ്പുറത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ 1 മണിക്കൂറും 2 മണിക്കൂറും ഒന്നും എനിക്ക് പോരാ. സ്ലൈഡ് ഇട്ട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തത്. സുമേഷ് സാർ RTP അറ്റൻഡ് ചെയ്യാൻ കൊണ്ടായ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. RTP അറ്റൻഡ് ചെയ്യാൻ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റിട്ട് സുമേഷ് സാറും ജിലി സാറെയും ഒക്കെ കൊണ്ടുപോയ സാഹചര്യത്തിൽ വണ്ടിയുടെ റേഡിയേറ്റർ പൊട്ടിയിട്ട് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക. റേഡിയേറ്റർ പൊട്ടി വെള്ളം ഒലിച്ചിട്ട് പിന്നെ ഓടിക്കുകയാണെങ്കിൽ വണ്ടി ഹീറ്റായിട്ട് നിന്നുപോകും. ഓരോ 10 കിലോമീറ്ററും വെള്ളം കുപ്പിയിലുള്ള തോട്ടുനിന്നും മുഴുവൻ ഒഴിച്ച് കൊണ്ടുപോയി ചുരം കയറാൻ തുടങ്ങുമ്പോൾ ഓരോ വളവിലും വെള്ളച്ചാട്ടത്തു നിന്നും വെള്ളം എടുക്കുകയാണ്, ഒഴിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആടെ RTP എത്തിയത്. അന്ന് വൈത്തിരിയിലല്ല RTP, അന്ന് സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ക്രസന്റ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് RTP നടക്കുന്നത്. അവിടേക്ക് എത്തിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പലതും, പല പ്രശ്നങ്ങളും. പൂളാടിക്കുന്നിലേക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സിഗ്നലിൽ വെച്ച് ഡീസൽ തീർന്നിട്ട് വണ്ടി അവിടെ കിടക്കുക. വണ്ടി പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പോവുക. അങ്ങനെ തപ്പ് എടുത്തിട്ട് ഡിക്കിന്ന് തപ്പെടുത്ത് ഇറക്കിയിട്ട് പോയി ഡീസൽ വാങ്ങിക്കൊണ്ടൊന്ന് ഒഴിച്ച് തള്ളിയിട്ടാണ് മാറ്റിയേക്കുന്നത്. പ്രൊഡക്റ്റ് എടുത്തിട്ട് പൂളാടിക്കുന്നത് എന്റെ ആക്റ്റീവന്റെ വേല മുന്നിൽ 2 പെട്ടി, ബാക്കിൽ 1 പെട്ടി, ഞാനും രാജേഷ് സാറും, ഇന്നത്തെ സോണൽ ടീം കൊണ്ടുവരും രാജേഷ് സാർ. അങ്ങനെ വരുന്ന സമയത്ത് എന്റെ വണ്ടി എഞ്ചിൻ പണിയായി. എഞ്ചിൻ പിടിച്ചിട്ട് ആടെ കുടുങ്ങി മുന്നോട്ടില്ല ബാക്കോട്ടില്ല, കിക്കറും അടിയുന്നില്ല. അങ്ങനത്തെ പ്രശ്നം. അങ്ങനെ അവിടുന്ന് വരുന്ന ഒരു ടിപ്പറിന് കൈയാട്ടിട്ട് ഞാനും രാജേഷ് സാർ അതിൽ കയറി പിന്നീട് ഓട്ടോറിക്ഷ എടുത്ത് പോയിട്ട് വണ്ടി അതിൽ കയറ്റി കൊണ്ടുവന്നു. എങ്ങനെ എന്തൊക്കെ സാഹചര്യങ്ങൾ, എന്തൊക്കെ എന്താ പറയാ, നമ്മൾക്കുള്ള പ്രതിസന്ധികള്, സാഹചര്യങ്ങള്, വിധികള്. അന്നൊന്നും തളർന്നിട്ടില്ല, എന്നിട്ട് തളരുമില്ല, എന്നിട്ട് ആരും തളർത്താൻ നോക്കും വേണ്ട. മഴ പെയ്തിട്ടെന്നാണ് ഇതിലും വലിയ വെള്ളിയാഴ്ച എന്നിട്ട് വാപ്പ പള്ളിയിൽ പോയില്ല അറിയില്ല, ഇതിലും വലിയ വെള്ളിയാഴ്ച എന്നിട്ട് വാപ്പ പള്ളിയിൽ പോയില്ല. എന്നിട്ടാണ് ഉമ്മയത്ത് വെച്ചത്. അതേപോലെയാണ് നമുക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഇന്നലെ ഇങ്ങോട്ട് RTC ആയിട്ട് കയറി വന്നിട്ട് ഇവിടെ വന്നിട്ട് കോട്ട് സൂട്ടിട്ട് ഡയലോഗ് അടിച്ചിട്ട് താഴത്തുള്ള പണിയെടുപ്പിച്ചിട്ട് മേലുള്ള തിന്നുന്ന പരിപാടി ഒരിക്കലും അല്ല. ഞാൻ എന്റെ സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി പോവാണ്. സ്റ്റാറ്റസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്റ്റാറ്റസ് കേട്ടിട്ട് ഇന്നലെ ഒരുപാട് ആളുകൾ അതിന് എന്താ പറയാ പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്, നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്, അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കിയത് വെറുതെ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് പ്രവർത്തിച്ച് വരുമാനം ഉണ്ടാക്കണം. എങ്ങനെ പ്രവർത്തിക്കലുമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കും മാക്സിമം. മറ്റേ EMSന്റെ ആരോ ഒരാൾ പറഞ്ഞതാണ്, ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കളാം. ആദ്യം നമ്മൾ ചൊല്ലിത്തരും, നന്നായിട്ട് ചൊല്ലിത്തരും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നുള്ളിത്തരും, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്നിട്ടും മനസ്സിലായെങ്കിൽ നമ്മൾ തല്ലാൻ തുടങ്ങും, എന്നിട്ടും മനസ്സിലായെങ്കിൽ നമ്മൾ തള്ളാൻ തുടങ്ങും, അങ്ങോട്ട് ഒഴിവാക്കും. മനസ്സിലായ? നന്നായിട്ട് ചൊല്ലിത്തരും, അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ നിൽക്കുക. എന്നിട്ടും മനസ്സിലായി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നുള്ളിത്തരും, എന്നിട്ട് നമുക്ക് കൂടെ നിൽക്കുക. എന്നിട്ടും മനസ്സിലായി നമ്മൾ ഏകദേശം തല്ലിത്തരും, എന്നിട്ടെങ്കിലും മനസ്സിലാക്കുക. 4ാമത് തള്ളിത്തരും, ആണ്ട് ഒഴിവാക്കും. പിന്നെ നിങ്ങളെ വയറ്റിൽ നടക്കും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ കുറെ കാലം ബിസിനസ് ചെയ്തിരി, എത്ര കാലം, 3 കൊല്ലോ. ആരെ കൂടെ ഇനി ടീമിൽ ഇനി ഷെഫീഖ് സാറേയും ബൈജു സാറിയും ടീമിൽ ഇനി നിർത്തുമ്പോ ഏതേനി റാങ്ക്, ഞാൻ റൂബി ഇനി നടന്നാ മതി. 3 കൊല്ലം കൊണ്ട് റൂബി ആയിട്ട് 12,000 രൂപ 12,000 പെട്ടിയിട്ടുണ്ടോ? അവൻ വെച്ച് നിന്നോളി.
നിങ്ങൾക്ക് വളരാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ, കമ്പനി ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരുന്നുണ്ട്, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. നിങ്ങൾ അതിലേക്കൊന്ന് ഇറങ്ങി പ്രവർത്തിക്കും. നിങ്ങൾ നിങ്ങളെ ഭൂതകാലത്തേക്കും നിങ്ങളെ മുന്നേ കഴിഞ്ഞു പോയ സംഗതിയിലേക്കും പാസ്റ്റിലേക്കും ചിന്തിച്ചിട്ട് ഈ ബിസിനസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുന്നിൽ നിന്നും സംസാരിക്കാൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ നോക്കി, ഫ്യൂച്ചർ മനോഹരമാക്കാൻ പ്രസന്റ് സിറ്റുവേഷൻ നിങ്ങൾ മനോഹരമായിട്ട് പ്രവർത്തിക്കും. ഇപ്പൊ ഉള്ള സിറ്റുവേഷനിൽ ഇറങ്ങി അങ്ങോട്ട് ചെയ്യ്. അതിനെ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ടല്ല നിങ്ങൾ വർക്ക് ചെയ്യണ്ടേ. നാളെ വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ട്, നാളെ ഞാൻ കാർ എടുക്കുമല്ലോ, നാളെ ഞാൻ ബൈക്ക് എടുക്കുമല്ലോ. എന്റെ കൂടുതൽ ഒരുപാട് ആള് ബൈക്ക് എടുക്കാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ്, 2 വീലർ. ഞാൻ നല്ലൊരു വോയിസ് ഇട്ടിനി ഗ്രൂപ്പിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും 2 വീലർ പുതിയത് എടുക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇറക്കാം എന്ന് പറഞ്ഞിട്ട് 3-4 ആളുകൾ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, പല ആളുകളും ഞാൻ സ്റ്റാറ്റസ് കാണാറുണ്ട്. പല ആളുകളും നിങ്ങളെ കുടുംബപരമായിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കാം, നോ പ്രോബ്ലം, അത് നിങ്ങൾ വെച്ചോളി. കുടുംബപരമായിട്ടും നിങ്ങളെ ഫോട്ടോസും നിങ്ങളെ റീൽസും ഒക്കെ ഞാനും വെക്കുന്ന ആളാണ്, നിങ്ങൾക്കും വെക്കാം, ധൈര്യമായിട്ട് വെക്കാം. പക്ഷെ അതിന്റെ കൂടുതലൊന്നും പ്രൊഡക്റ്റ് ഇല്ല, ബിസിനസിനെ കുറിച്ചൊരു സാധനമില്ല. പല ആളും സ്റ്റാറ്റസ് വെക്കുമ്പോൾ മൈലേബിൽ TC അല്ലെ മൈലേബിൽ സ്റ്റാറാ, മൈലേബിൽ റൂബിയ, എന്ത് കാര്യവും ബ്രോൺസും സിൽവറും. നമ്മുടെ ഉൽപ്പന്നങ്ങളും നമ്മളെ ബിസിനസിനെയും പറ്റിയിട്ട് 2-3 സ്റ്റാറ്റസ് എങ്കിലും ഡെയിലി വെച്ചൂടെ? എന്ത് സ്റ്റാറ്റസ് വെച്ചാലും അതിന്റെ കൂടുതൽ ഈ ഒരു സ്റ്റാറ്റസ് വെച്ചൂടെ? ഈ സ്റ്റാറ്റസ് വെക്കി, കണ്ടിന്യൂസ് സ്റ്റാറ്റസ് വെക്കി. എത്ര ആളുകൾ സ്റ്റാറ്റസ് ഇതിൽ വെക്കാറുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, വെറുതെ ചോദിച്ചിട്ട് ആരും മാനം കിടന്ന. ഞാൻ കാണലില്ല. മൈലേബിലെ വലിയ ലീഡറാണ്, സ്റ്റാറ്റസ് ഇല്ല. എന്നാ ഡെയിലി നമ്മളെ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം. എന്ത് സ്റ്റാറ്റസ് വെച്ചാലും അതിന്റെ കൂടുതൽ ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്റ്റാർ ആയത്, അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊഡക്റ്റ് ചാമ്പ്യൻ ആയത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡർ സ്പീച്ച്, എന്തെങ്കിലും ഒന്ന് ഇതിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും, ഫേസ്ബുക്കിലും ഉണ്ടാവും. ഈ രീതിക്ക് ചെയ്തു പോണതിനെ കൊണ്ടുള്ള ഒരു ബാനറാണ്. ഷെഫി എന്ന് പറഞ്ഞാൽ ആരാണ്? ഓ മൈ ലൈഫിലുള്ള ഒരാളാണ്, ഓ മൈ ലൈഫിൽ പ്രൊഡക്റ്റ് ഉണ്ട്, ഓൻ്റെ ഒരു എലമെന്റ്സിന്റെ സാധനം ഉണ്ട്. സുമേഷ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് മൈ ലൈഫിൽ ഒരു ലീഡറാണ്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഈ രീതിക്ക് സ്റ്റാറ്റസ് കണ്ടിന്യൂസ് വെക്കി. ആര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും നിങ്ങളെ കുടുംബത്തിലുള്ള ഒരാള്, നിങ്ങളൊരു ഇത്താത്തവര്, ഇക്കാക്ക, ഒരു അമ്മോനോ മാമനോ അച്ഛനോ ആരോ ആയിക്കോട്ടെ, നിങ്ങളെ സ്റ്റാറ്റസ് കണ്ടിന്യൂസ് ഇതാണ് കാണുന്നത്. പിന്നെ നിങ്ങളെ തളർത്താൻ നിൽക്കൂല, കല്ലെടുത്തെറിയാൻ നിൽക്കൂല. കല്ലെടുത്തെറിഞ്ഞാൽ എത്തുന്ന ഒരു ദൂരുണ്ട്, അതിന്റെ മൂല പകർന്ന മറ്റേ സത്യഭാഷ ഡയലോണ്ട്, അതിന്റെ മുകളിലേക്ക് നമ്മൾ പറന്നുകയാണെങ്കിൽ ആ എടുത്തെറിയുന്ന കല്ലുകളൊക്കെ നമുക്ക് എറിയുന്ന പൂമാലകളായിട്ട് മാറുന്നുള്ളത്. കല്ലെടുത്ത് എറിഞ്ഞാൽ പറ്റുന്ന ദൂരമുണ്ട്. ഇന്നെ ഇപ്പൊ ആരും സ്റ്റാറ്റസ് കളിയാക്കലല്ലോ, പണ്ടിന്നെ നന്നായിട്ട് കളിയാക്കി. നന്നായി. ഇന്നലെ TC ഗ്രൂപ്പിലുള്ള ആളുകൾ, സഫീറാമാണുണ്ട്, കേട്ടൊന്നും എനിക്കറിയില്ല. TC ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെ ശൈലേഷ് സാർ ഒരു വോയിസ്, ശൈലേഷ് സാർ എനിക്കിട്ടൊരു വോയിസാണ്. ഞാൻ ഇന്നലെ 10 ആളുകൾ എനിക്ക് 150 റുപ്യ വെച്ചിട്ട് ടിക്കറ്റിന്റെ പൈസ അയച്ചിരുന്നപ്പോ 1500 റുപ്യ ഞാൻ ശൈലേഷ് സാർ